നിലമ്പൂരിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു, ഫലവും വന്നു. ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂർ സുൽത്താനായതിൽ UDF ക്യാമ്പ് വലിയ ആഹ്ലാദത്തിലാണ്. തിരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ആരംഭിച്ച PV അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ച തിരഞ്ഞെടുപ്പിന് ശേഷവും സജീവമാവുകയാണ്. പല സമയങ്ങളിൽ പല നിലപാട് പറഞ്ഞ് മലക്കം മറിഞ്ഞ PV അൻവർ ഒടുക്കം പറഞ്ഞത് തന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ UDFനെ പിന്തുണയ്ക്കുമെന്നാണ്. ബേപ്പൂരിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കുമെന്നും പുതുതായി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതെല്ലാം നിലമ്പൂരിൽ കിട്ടിയ 19,760 വോട്ടിന്റെ ബലത്തിലാണ്. മലയോര മേഖലയിലെ മുഴുവൻ കർഷക സംഘടനകളെയും ആൾറെഡി 103 കർഷക സംഘടനകൾ നമ്മളിപ്പോൾ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ വരുന്ന ആളുകളിൽ ഉണ്ടാക്കാൻ തക്ക നിലപാട് UDF സ്വീകരിച്ചാൽ ആ UDFനോടൊപ്പം മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകും. PV അൻവറിനെ തള്ളാനോ വിമർശനമുന്നയിക്കാനോ സതീശൻ നിന്നില്ല. അൻവറിന്റെ കാര്യത്തിൽ UDF തീരുമാനമെടുക്കുമെന്ന് മാത്രമായിരുന്നു മറുപടി. UDF ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം UDFനെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഒരു തീരുമാനവും ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമാണ്. അൻവറിന്റെ മുന്നിലുള്ള വാതിൽ അടഞ്ഞിട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും കോൺഗ്രസും ലീഗും കൂടിയാലോചിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവ് അൻവറിന്റെ കാര്യത്തിലെടുക്കുന്ന തീരുമാനത്തിന് മുകളിൽ ഒരു പരുന്തും പറക്കില്ലെന്ന് അൻവറിനും അറിയാം. എന്നാൽ അൻവറിനെ പരിഹസിക്കുന്നതായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം. അൻവറിന്റെ UDF പ്രവേശനം പ്രതീക്ഷിക്കേണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കി. അത് കാറ്റുപോയ ഒരു ബലൂണാണ്. കാരണം ഇനി ഒരിക്കലും അദ്ദേഹവും UDFുമായി ചേരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കോൺഗ്രസിൽ സതീശനിസമാണെന്ന് രൂക്ഷ വിമർശനം ഉന്നയിച്ച അൻവറിനിപ്പോൾ VD സതീശൻ കൊള്ളാവുന്ന നേതാവാണ്. അൻവർ പിടിച്ച വോട്ടിൽ കാര്യമുണ്ടെന്ന് UDFും മനസ്സിലാക്കി. ഒന്നെങ്കിൽ UDFിന്റെ മുൻപിൽ അൻവർ സ്വയം മെരുങ്ങണം, അതല്ലെങ്കിൽ ലീഗ് വഴി സതീശന്റെ മനസ്സിൽ കയറിപ്പറ്റാനാവണം. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.